ഇനി താങ്കളുടെ സ്വപ്നം എന്താണ്? ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കളുടെ നിയോജക മണ്ഡലത്തിൽ താങ്കൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ കാഴ്ചവെക്കാനാവും? മണ്ണിനും മനുഷ്യനും വേണ്ടി എല്ലാ അർത്ഥത്തിലും മനസ്സും ശരീരവും കൊടുക്കുക, അതിനുവേണ്ടി സ്വപ്നം കാണുക, അത് നിലനിർത്താൻ വേണ്ടി പ്രത്യേകിച്ചും ജലവും കൃഷിയും ശുദ്ധമായ വായുവും ശുദ്ധമായ നമ്മുടെ ഈ പ്രകൃതി നൽകിയ വരദാനങ്ങളും നിലനിർത്താൻ വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുക, അതിലൊരിക്കലും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക, ഒപ്പം വികസനത്തിനു വേണ്ടിയുള്ള പിന്തുണയും കൊടുക്കുക. അതാണ് സ്വപ്നം. താങ്കളുടെ വികസന കാഴ്ചപ്പാട്? മനുഷ്യന് അനുയോജ്യമായതായിരിക്കണം വികസനം. പരിസ്ഥിതിയെ കൂടി കൂട്ടിയിണക്കിക്കൊണ്ടുള്ളതായിരിക്കണം. പരിസ്ഥിതിയെ ധ്വംസനപ്പെടുത്തിക്കൊണ്ട്, പരിസ്ഥിതിയെ വേദനിപ്പിച്ചുകൊണ്ട് അല്ലാത്ത വികസനം. എന്നാൽ വികസനത്തിൻ്റെ പേര് പറഞ്ഞ് പരിസ്ഥിതി പേര് പറഞ്ഞ് വികസനത്തെ തടസ്സപ്പെടുത്താനും പാടില്ല. പരിസ്ഥിതിയും വികസനവും സമന്വയിക്കപ്പെടണം എന്നുള്ളതാണ് എൻ്റെ വികസന കാഴ്ചപ്പാട്. പക്ഷേ എമർജിംഗ് ഏരിയയിൽ പിന്നെ നിങ്ങൾ ഹരിത MLA മാർ മലക്കം മറിഞ്ഞല്ലോ. ഒരിക്കലും ഇല്ലല്ലോ. അതേ ഇതിൽ തന്നെ ബ്ലോഗിൽ കാണുന്നുണ്ടല്ലോ. പിന്നെ എല്ലാ ദിവസവും നോക്കൂ, എല്ലാ ദിവസവും ബ്ലോഗിൽ എഴുതല്ല വേണ്ടത്, ആവശ്യത്തിനല്ലേ ഇടപെടുക. ഏത് ഇഷ്യൂലാണോ? നദീ സംരക്ഷണം. ഞങ്ങൾ നെയ്യാർ മുതൽ ഞങ്ങൾ നദികൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം ഞങ്ങൾ പാതിരാമണൽ വരെ ഞങ്ങളുടെ യാത്ര എത്തി. അതിനുവേണ്ടി നിയമസഭയിൽ ഞങ്ങൾ സജഷൻ കൊണ്ടുവന്നു. കേരളത്തിൽ ഒരു അർദ്ധ ജുഡീഷ്യൽ പവറുള്ള ഒരു നദീതട സംരക്ഷണ നിയമം, നമ്മുടെ ഗംഗ നദീ തട സംരക്ഷണം പോലെ തന്നെ ഒരു അതോറിറ്റി കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരികയുണ്ടായി. ഇതെല്ലാം ആര് ചെയ്തു? ഇതിന് മുൻപ് എത്രയോ MLA മാർ ഇതിന് മുൻപ് നിയമസഭയിലുണ്ടായി. ഇപ്പോഴല്ലേ ഇങ്ങനൊരു ശബ്ദം കേരള നിയമസഭയിൽ വരുന്നത്? അത് ഇപ്പോഴത്തെ ജനങ്ങൾക്ക് ഇതിനോട് വളരെയേറെ താല്പര്യമുണ്ട് എന്ന് അറിഞ്ഞത് ജനങ്ങൾക്ക് പണ്ടുണ്ട്. നമുക്ക് ഓർമ്മയില്ലേ നമ്മുടെ സൈലന്റ് വാലി? ഈ സൈലന്റ് വാലി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശബ്ദിക്കപ്പെട്ടതല്ലേ. കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരും സാഹിത്യകാരന്മാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ശബ്ദിക്കപ്പെട്ട ജനം പരിസ്ഥിതിക്ക് വേണ്ടി നേരത്തെയും ശബ്ദിക്കപ്പെടുന്നവരാണ്. അന്നൊന്നും ഈ ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നില്ല. ഇതേപോലെ സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരും സുഗതകുമാരി ടീച്ചറും ശാസ്ത്ര സാഹിത്യ പരിഷത്തും അവരുടെ കൂടെ നിൽക്കാൻ ഇന്ദിരാഗാന്ധി എന്നൊരാളുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് സൈലന്റ് വാലി ഒക്കെ നമുക്ക് നിലനിർത്താൻ വേണ്ടി പറ്റിയത്. ഇപ്പോൾ ഞങ്ങളതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ പവറുള്ള ബോഡിയിലേക്ക് കൊണ്ടുവരികയാണ്. ഗ്രീൻ ഡോട്ട്സ് ബ്ലോഗിൽ മാത്രം ഒതുങ്ങാതെ മണ്ണിലേക്ക് കടന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ഞങ്ങളുടെ കുട്ടനാടിൻ്റെ റാണി വളരെ ഹാപ്പിയാണ്. മുഖം പ്രസാദിച്ച് കണ്ടതിൽ ഞാൻ എത്ര പറഞ്ഞാലും MLA സാറിനോട് നന്ദി പറയും. കാരണം കൊടുങ്ങല്ലൂർ എനിക്കൊരു ആത്മബന്ധമുണ്ട്. അതുകൊണ്ട് വാണി വളരെ നന്നായി ഈ കോൺവെർസേഷൻ. സാധാരണ നിലയിൽ 15 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ വന്നിങ്ങനെ തകർക്കാറാ പതിവ്. പക്ഷേ വാണി ചോദിക്കുന്ന ചോദ്യങ്ങളും താങ്കൾക്ക് അതിനുള്ള ഉത്തരങ്ങളും കേട്ട് എനിക്ക് മനസ്സ് നിറഞ്ഞു. ഒപ്പം ഇവിടെയുള്ള എല്ലാവർക്കും ഞാൻ നേരെ ജഡ്ജസിനോട്. രാമനുണ്ണി സാർ, ഇതൊരു വളരെ ഊർജ്ജസ്വലമായ ഒരു സംഭാഷണമാണ് വാണി ജനപ്രതിനിധി പ്രതാപനായിട്ട് നടത്തിയത്. ചോദ്യത്തിനും വളരെ അർത്ഥവത്തായ ചോദ്യങ്ങളാണ്. സ്വന്തം ഉറച്ച നിലപാടിൽ ആണ് പ്രതാപൻ എൻ്റെ മറുപടികളൊക്കെ പറഞ്ഞ് വളരെ നന്നായി. പക്ഷേ ഗഹനമായ എന്തിലേക്കോ കടക്കുന്നു എന്ന് വാണി പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടി ഗഹനമായ കാര്യങ്ങളിലേക്ക് കടക്കുമോ എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അവിടെ ഉണ്ടായില്ല. വാണിക്ക് ചോദിക്കാൻ വരുന്ന കാര്യം, ഇപ്പോൾ ഇന്ദിരാഗാന്ധി എന്ന് പലവട്ടം അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആ ചോദ്യം ആകർഷിച്ചു കൊണ്ടുള്ള ഒരു ചോദ്യമായിരുന്നു സത്യത്തിൽ. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ പരിസ്ഥിതി മാതാവിനെ സംരക്ഷിക്കൽ അതൊക്കെ തമ്മിൽ ബന്ധമുണ്ട്, പരിസ്ഥിതി മാതാവും. പക്ഷേ ഇന്ന് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന പിന്നെ സാമ്പത്തിക ക്രമത്തിൻ്റെ അകത്ത് ഈ പരിസ്ഥിതിയും മണ്ണും മനുഷ്യനുമെല്ലാം കോർപ്പറേറ്റുകൾക്ക് അടിമപ്പിക്കുന്നതല്ലേ. ആ നിലയ്ക്കുള്ളൊരു വൈരുദ്ധ്യം ഹരിത MLA മറക്കൂ പിന്നെ ആകുന്നില്ലേ. ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ പൊതുമേഖലയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നതാണ്. ഇന്ദിരാഗാന്ധിയിൽ നിന്ന് എത്ര ദൂരമുണ്ട് മൻമോഹൻ സിംഗിലേക്ക്, ജവഹർലാൽ നെഹ്റുവിൽ നിന്ന് എത്ര ദൂരമുണ്ട് മൻമോഹൻ സിംഗിലേക്ക്? ഈ ചോദ്യം ഏറ്റവും പ്രസക്തമാണ്. അത് MLAയുടെ മനസ്സിൽ തന്നെ സംഘർഷം സൃഷ്ടിക്കുന്ന കാര്യമാണ്. അത് ചോദിക്കണം. അവിടെ കുത്തുമ്പോഴാണ് MLAയുടെ ശരിക്കുള്ളത് പുറത്തേക്ക് വരേണ്ടിയിരുന്നത്. അത് MLA അനുഭവിക്കുന്ന, ഹരിത MLA മാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണത്. ഇപ്പോൾ വികസനം എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് വൽക്കരണമാണ്, സ്വകാര്യവൽക്കരണമാണ്, ലാഭമുണ്ടാക്കലാണ്. അവിടെ മണ്ണില്ല, മനുഷ്യനില്ല. അങ്ങനെയുള്ളൊരു സാമ്പത്തിക ക്രമത്തിൽ പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള വാദം, മാതാക്കൾക്ക് വേണ്ടിയുള്ള വാദം, ഇതെല്ലാം വ്യർത്ഥമായി പോകില്ലേ? യൂറോപ്പിൽ ഗ്രീൻ പ്രവർത്തകരെ മുഴുവൻ മുതലാളിത്ത കുത്തകകൾ വിലയ്ക്ക് വാങ്ങി. പരിസ്ഥിതി പ്രവർത്തകരെ
എന്നിട്ട് അവർക്ക് പിന്നെ പറയേണ്ടി വന്നു പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ നാടിനെ മാത്രമല്ല അവികസിത രാജ്യങ്ങൾക്ക് കയറ്റി അയക്കുന്നതും ശരിയല്ല എന്ന്. അപ്പോൾ ഈ സാമ്പത്തിക ക്രമത്തിനെതിരായിട്ടുള്ള ഇപ്പം സർക്കാർ പുലർത്തുന്ന ഈ കോർപ്പറേറ്റ് വൽക്കരണവും സ്വകാര്യവൽക്കരണവുമായിട്ടുള്ള അത് ഈ ഹരിത MLA-യുടെ മനസാക്ഷി കുത്തായി കിടക്കുന്നില്ലേ എന്ന ചോദ്യം വാണി ചോദിക്കൂ. ഓക്കെ, ഇത് നിയോജക മണ്ഡലത്തിലെ കുറിച്ച് ചോദിക്കണമെന്ന് ഉള്ളത് കൊണ്ട് അതിലേക്ക് തത്വത്തിന്റെ അല്ല അത് വളരെ നന്നായി. ഞാൻ മറുഭാഗം ലിമിറ്റേഷൻ ഉണ്ട്, ടൈം ലിമിറ്റേഷൻ അല്ലാണ്ട്. എന്നാലും വാണിയുടെ ഇന്ദിരാഗാന്ധി നിന്ന നിലപാട് അവിടുന്ന് എത്ര ദൂരം പോയി എന്നുള്ള ഒരു ആത്മപരിശോധനയുടെ. മൻമോഹൻ സിംഗിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മൻമോഹൻ സിംഗ് ഒരിക്കൽ പോലും ജനപ്രതിനിധി ആയിട്ടില്ല. ഒരു വട്ടം ഇതിൽ നിന്നും തോറ്റുപോയി. എങ്ങനെയാണ് ഇന്ത്യ പോലുള്ള വലിയൊരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയും പിടിച്ച് ആണയിടുന്ന MLA-മാരുടെ ധാർമ്മിക പ്രശ്നം, ധർമ്മസങ്കടത്തിൻ്റെതായ ഒരു പ്രശ്നമുണ്ട്. അല്ല, ആ കാര്യത്തിൽ ഞങ്ങൾക്ക് തുറന്ന മനസ്സുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ദേശീയ തലത്തിൽ ഇന്ത്യയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ വന്യജീവി നിയമമുള്ളത്. ആ വന്യജീവി നിയമം കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാ പൊളിറ്റിക്കൽ അജണ്ടയിലും പൊളിറ്റിക്കൽ പ്രമേയത്തിലും പരിസ്ഥിതി സംരക്ഷണം ഒരു വലിയ പ്രധാന ഘടകമായി വന്നിട്ടുള്ളത് തന്നെയാണ്. അതാണ് കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് പരിസ്ഥിതിക്ക് വേണ്ടിയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ഇത്ര വലിയ നിയമം ലോകത്തിൽ. ഇപ്പം നമുക്ക് നെറ്റിലൂടെ എല്ലാം കിട്ടുമല്ലോ. ലോകത്തിൽ ഒരിടത്തും ഏറ്റവും കൂടുതൽ ഫോറസ്റ്റുള്ള അല്ലെങ്കിൽ വന്യജീവികളുള്ള ലോകത്തിലെ മറ്റൊരു രാജ്യത്തും ഇത്രയും സ്ട്രോങ് റൂൾസ് ഇല്ല. അത് ലോബികളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ നിയമങ്ങളെല്ലാം അപ്രസക്തമാകുന്ന കോർപ്പറേറ്റുകളുടെ അതുമാതിരി പിന്നെ ജുഡീഷ്യറിന് ഏറ്റവും അധികം കോർപ്പറേറ്റുകളാണ് പിന്നെ ഈ ജനവിരുദ്ധമായിട്ടുള്ള പിന്നെ ഈ വിധികൾ ഉണ്ടാക്കാൻ വേണ്ടി നീതിന്യായ പീഠങ്ങളെ തന്നെ സ്വാധീനിക്കുന്ന ആ ഒരു വശത്തേക്ക് നിങ്ങളെപ്പോലെ ഹരിത MLA-മാര് കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നാണ് ഞാൻ ഈ പറയുന്നതിൻ്റെ. അതുപോലെ എനിക്കും ഉണ്ട് പറയാൻ. അതായത് സാമൂഹ്യ വ്യവസ്ഥിതിയെ ഇന്നത്തെ ഈ സാമൂഹ്യ വ്യവസ്ഥിതിയെ മാറ്റാനുള്ള ഒരു നയമാണ് ഹരിത രാഷ്ട്രീയം മുന്നോട്ട് വെക്കേണ്ടത്. തീർച്ചയായിട്ടും. സുധീര മാഡം, എന്താണ് വാണിയോട് ചോദിക്കാനുള്ളത്? 2 ഹരിതങ്ങൾ ഒന്ന് ചേർന്നപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു സന്തോഷം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രതാപൻ സാർ എന്ന് പറയുകയാണെങ്കിൽ വളരെ വ്യത്യസ്തനായിട്ടുള്ളൊരു MLA ആണ്. അദ്ദേഹം പ്രകൃതിയെ സ്നേഹിക്കുന്നു, പരിസ്ഥിതിയെ സ്നേഹിക്കുന്നു, വികസനവും പരിസ്ഥിതിയും സമരസപ്പെട്ടു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. വളരെ ആർജവത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിച്ച് എനിക്ക് തോന്നിയത്. തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു 100% എൻ്റെ സ്വപ്ന പദ്ധതികളൊന്നും നടപ്പിലാക്കാൻ സാധിച്ചു എന്ന് എനിക്ക് തന്നെ തോന്നുന്നില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കേണ്ടായി. അതൊരു MLA-ക്കും സാധിക്കാത്തൊരു കാര്യമാണ്. അത് ആഗമിക്കാത്തൊരു സ്വർഗരാജ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്നാലും തൻ്റെ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത്. പിന്നെ നേരത്തെ രാമനുണ്ണി പറഞ്ഞ പോലെ അമ്മയും പ്രകൃതിയും ഒരുപോലെയാണ്. അപ്പോൾ രണ്ടിനെയും സംരക്ഷിക്കാനുള്ളൊരു മനസ്സ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അമ്മമാരെ നമ്മൾ സ്ത്രീകൾക്കുള്ള ഒരു പ്രശ്നം വെറും പീഡന പ്രശ്നം മാത്രമല്ല, മക്കൾ നോക്കാത്ത അനാഥത്തെ അനുഭവിക്കുന്ന ഒരുപാട് അമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ആ മക്കൾ മരിച്ചിട്ട് അല്ലെങ്കിൽ ആരും നോക്കാനില്ലാത്തത് മരിക്കണം എന്നില്ല, ജീവിച്ചിരിക്കുന്ന മക്കളാണ് അമ്മമാരെ അച്ഛന്മാരെയൊക്കെ ഏറ്റവും അവഗണിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് താങ്ങായി നിൽക്കാനുള്ള പദ്ധതികൾ കൊണ്ടുവരിക എന്നുള്ള ചെറിയ കാര്യമല്ല. അതേപോലെ അദ്ദേഹം പരിസ്ഥിതിക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്ന ആളാണ്, വെറുതെ ഇരിക്കുന്ന ഒരു MLA അല്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ സുസ്ഥിതിയിൽ താല്പര്യമുള്ള ഒരു MLA-യെ കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. വാണി കുറേയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു. വിനു സർ. വാണി വളരെ എക്സലൻ്റ് ആയിരുന്നു പെർഫോമൻസ്. കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഓരോ ചോദ്യങ്ങളും അതിൻ്റേതായ ന്യായീകരണങ്ങളുണ്ട്. നന്നായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു വളരെ സത്യസന്ധനും വളരെ ഓപ്പൺ ഹാർട്ടഡായിരിക്കുന്ന ഒരു MLA എനിക്ക് കാണാൻ കഴിച്ചു. എനിക്ക് വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ മറുപടിയും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ 200 ഏക്കർ സ്ഥലം വിളവെടുത്തു എന്ന് പറയുന്ന ഒരു വളരെ സന്തോഷപ്രദമായ കാര്യം തന്നെയാണ്. അതൊക്കെ വളരെ ബോൾഡായിട്ട് ഇങ്ങനെ ഒരു മീഡിയേൻ്റെ മുമ്പിൽ പറയാമെന്ന് പറയുമ്പോൾ തന്നെ ഒരു മറയില്ലാതെ വളരെ ഞാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇതാണെന്ന് ഒരു കളവും ഇല്ലാതെ പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയ്ക്കുള്ള ഏറ്റവും വലിയ തെളിവാണ്. പിന്നെ എനിക്ക് ഒരു ചെറിയൊരു വിയോജിപ്പുള്ളത് മാത്രം നേരത്തെ വാണി ചോദിച്ച പോലെ ഈ ചാലക്കുടി പുഴയിലുള്ള ആ ഫാക്ടറിയുടെ ഇഷ്യൂ പറഞ്ഞു. പിന്നെ അത് പല ദിക്കിലേക്കും പോയി പൊല്യൂഷൻ കൺട്രോൾ വന്നു. പക്ഷേ ഇപ്പോഴും അവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾക്കുള്ളത്. ഇതിന് ആദ്യം കുറേ ബഹളം വയ്ക്കും, കുറേ പ്രശ്നങ്ങളുണ്ടാകും, പിന്നെ അതങ്ങ് തളർത്തിടും, പിന്നെ അത് അതേപോലെ തന്നെ അവർ തുടർന്നുകൊണ്ടിരിക്കും. അത് നമ്മുടെ നാട്ടിൽ പല രംഗങ്ങളും നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ പുഴയുടെ കാര്യങ്ങളായ പുഴയുടെ മാലിന്യമാണ് 2 പ്രശ്നങ്ങളുണ്ടാകും, പ്രക്ഷേപങ്ങളുണ്ടാക്കും, കുറച്ച് ഒരു ബന്ധം ഉണ്ടാക്കും, ഒരു ഹർത്താലും ഉണ്ടാക്കും, പിന്നെ അത് തീർന്ന്.
പിന്നെ അതാ വഴിക്ക് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവിടെ അപ്പോൾ പിന്നെ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ പ്രതിനിധികളോ ജനപ്രതിനിധികളോ ഒന്നും നമ്മളവിടെ കാണാറില്ല. പിന്നെ വേറെ ഇഷ്യൂയിലേക്ക് പോയി. അത് ആദ്യം കണ്ട പോലെ തന്നെ ആ പുഴയിലെ മാലിന്യങ്ങളും ആ പുഴയിലൂടെ ഫാക്ടറിയിൽ ഒഴുകി വരുന്ന സംഭവങ്ങളും അത് ഇനിയിപ്പോൾ എത്ര ഭരണം ഈ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണം കഴിഞ്ഞാലും ഇടതുപക്ഷം വന്നാലൊക്കെ ആ ഫാക്ടറി ചാലക്കുടിയിലുണ്ടാവും. ചാലക്കുടി പുഴയിൽ ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും സുപ്രഭാതത്തിൽ ഒരു പ്രക്ഷോഭമുണ്ടാവും. അതെന്ത് നമുക്ക് പല കാര്യങ്ങളും അത്തരം ചില കാര്യങ്ങൾ നമ്മൾക്ക് ജനപ്രതിനിധികൾ എന്ന നിലയിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ജനങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഇത്തരം കാര്യങ്ങൾ നമ്മളിതെല്ലാം അവകാശപ്പെടുമ്പോഴും ഇത്തരം കാര്യങ്ങൾ നിശേഷം ഇല്ലാതാക്കാൻ പറ്റാത്ത എന്താണ്? ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ എത്ര കമ്മിറ്റ്മെൻറ്റോടുകൂടി അതിൽ അജിറ്റേറ്റ് ചെയ്ത് നിന്നാൽ പോലും കോടതികൾ ചില ഘട്ടങ്ങളിൽ നമ്മുടെ കൈകൾക്ക് വിലങ്ങിടുകയാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അവസാനം നമ്മൾ വലിയ വിപ്ലവകാരികളായി മാറേണ്ടി വരും. വിപ്ലവകാരികൾ എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മളെല്ലാവരും വിപ്ലവകാരികളാണ്, എല്ലാവരും വിപ്ലവകാരികളാണ് ഒരു നിലയ്ക്കെങ്കിലും മറ്റു. പക്ഷേ വേറൊരു രീതിയിലേക്ക് നമ്മുടെ മനസ്സിന് കൊണ്ടുപോകേണ്ടി വരും, സ്ഫോടനാത്മകമായ രീതിയിലേക്ക്. പക്ഷെ അത് നമുക്കൊന്നും നിയമം കയ്യിലെടുക്കാൻ നമുക്ക് നിയമം നിർമ്മിക്കുന്നവർക്കും നിയമം നടപ്പിലാകണമെന്ന് ആഗ്രഹിക്കുന്നവരുമായി നമ്മളെപ്പോലുള്ള ആളുകൾക്ക് നിയമം കയ്യിലെടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. കാരണം വൃദ്ധരായ ആൾക്കാർക്ക് അല്ലെങ്കിൽ വിധവകൾക്ക് ഇവർക്കെല്ലാം നമ്മൾ സംരക്ഷണം നൽകുന്നു, കാര്യങ്ങൾ കൊടുക്കുന്നു, എല്ലാ സംഭവം ചെയ്യും. അതിൽ പ്രശ്നങ്ങളില്ല, ഒരു നിയമമില്ല, ഓക്കെ. അതിലും വിപത്ത് നമ്മൾക്ക് അതിനേക്കാളും വിപത്ത് നാടിനുണ്ടാക്കുന്ന ഒരു സംഭവങ്ങൾ വരുമ്പോൾ അവിടെ മാത്രം നിയമത്തിൻ്റെ ബാക്കി കോടതിയായാലും കോടതി ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ കോടതി വേറൊരാൾക്ക് പറ്റിയ നാടിന് വേണ്ടിയുള്ളതല്ലല്ലോ കോടതി നിയമങ്ങൾ ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി നാടിന് വേണ്ടിയുള്ളതാണ്. നാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ മാലിന്യം എന്ന് പറയുന്നത്. കുടിവെള്ള പ്രശ്നം, ഈ നമ്മൾ ഇത്ര ജനങ്ങൾ കുടിക്കുന്ന വെള്ളത്തിലൂടെ വിഷാംശം കലർന്ന സാധനങ്ങൾ ഒഴുക്കി വിടുക, അതിന് മാത്രം നിയമം, അതിന് മാത്രം കോടതി. അത് കോടതികൾ ഇത്തരം സ്ഥാപനങ്ങൾക്ക് എതിരായി നടക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങളും അതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്ന ഈ മാലിന്യ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അത് വരുമ്പോൾ അതിന് ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ കൊടുക്കേണ്ട കോടതികൾ പലപ്പോഴും അവർ എടുക്കുന്ന നിലപാടുകൾ സ്ഥാപനങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നില്ല. സെൻട്രൽ ഗവൺമെന്റിലൊക്കെ ഉണ്ടാക്കിയ ഇഷ്യൂ പോലെ തന്നെ അതെന്താ പ്രശ്നം, അതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ സ്വാധീനിക്കുമ്പോഴാണ് ഇത് സാധനമൊക്കെ അവിടെ. നമ്മുടെ രാജ്യത്ത് നിയമമില്ലാതിട്ടല്ല. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് നമ്മുടെ പാർലമെന്റുകളായാലും നമ്മുടെ നിയമനിർമ്മാണ സഭകളായാലും പൗരനാവശ്യമായ എല്ലാ നിയമങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ശരിക്കും കീറി മുറിച്ചെടുത്ത് നോക്കിയാൽ ഇത്രയും നല്ല പിന്നെ പ്രജകൾക്ക് വേണ്ടി സപ്പോർട്ട് കൊടുക്കാവുന്ന എല്ലാ നിയമവും നമുക്കുണ്ട്. നിയമം വ്യാഖ്യാനിക്കപ്പെടുന്നത് നടപ്പിലാക്കുന്നത് ആരാന്ന് വെച്ചാൽ ജുഡീഷ്യറിയാണ്. നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രത്യേകത. ഞാൻ ചോദിക്കട്ടെ, ന്യൂഡൽഹി പോലുള്ള സംഭവം ലോകം മുഴുവൻ ഞെട്ടിച്ച പെൺകുട്ടിയുടെ സംഭവം ഉണ്ടായി, അതിന് പിറ്റേന്ന് പിന്നെ അടുത്ത ദിവസം എല്ലാം സംഭവിച്ചു. അപ്പോൾ ഈ നിയമം എന്താണ് ഈ കാര്യം? അത് ജുഡീഷ്യറിയുടെ വ്യാഖ്യാനങ്ങൾ പലപ്പോഴും അവരുടെ വ്യാഖ്യാനങ്ങൾക്കാണ് അന്തിമമായി നമ്മുടെ രാജ്യത്തെ പ്രത്യേകത. ജുഡീഷ്യറി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും ജയിലടയ്ക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ് നമ്മുടെ ജുഡീഷ്യറി. പക്ഷെ അത് നടക്കാറില്ല. ഇന്ദിരാഗാന്ധിയൊക്കെ ജയിലടച്ചാണല്ലോ. ഇന്ത്യൻ ജുഡീഷ്യറി ഈ പലപ്പോഴും നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ജുഡീഷ്യറി ലോക ജുഡീഷ്യറിക്ക് മോഡലാകുന്ന രീതിയിൽ പലപ്പോഴും നല്ല ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ കഴിയത്തില്ല. എന്നാൽ നമ്മൾ ഇന്ന് പലപ്പോഴും പലതും കണ്ടുകൊണ്ടിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ ജുഡീഷ്യറി ഒക്കെ നോക്കൂത്തിയെ നിൽക്കുന്നു. ചില സന്ദർഭങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന പല വാർത്തകൾ അതൊന്നും ശുഭകരമായ വാർത്തകളല്ല. ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകന്മാരുടെ മനസ്സിൽ നേരത്തെ രാമനേട്ടൻ പറഞ്ഞ പോലെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന വാർത്തകളാണ്, ശുഭകരമായ വാർത്തകളല്ല. രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടവർക്ക് മാത്രമല്ല, നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ പേരും നാണക്കേടാണ്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പിടിച്ച എന്താ വെച്ചാൽ വിനുവേട്ടൻ ഇത്ര ഗംഭീരമായിട്ട് ഇങ്ങനെ വാദിച്ചിട്ടില്ല ആരെടുത്തും. ഭയങ്കര എന്താ പറയുക, അത് ഇപ്പോൾ എല്ലാവരും കൂടിയായി ഇപ്പോൾ ഒരു വലിയ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഡിസ്കഷനായിരുന്നു. എല്ലാവരെയും പോയിന്റ്സ് നൽകി. വാണിക്ക് പിന്നെ പോയിന്റിൻ്റെ പോയിന്റ് എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു സന്തോഷവേളയിൽ വിനു സാർ തന്നെ അവിടെ മാർക്ക് തുടങ്ങിക്കോളൂ. വാണിക്കും എൻ്റെ പ്രിയപ്പെട്ട MLAക്കും കൂടി രണ്ടാം കൂടി ഒരുമിച്ച് 10 മാർക്ക്. വെരി ഗുഡ്, 10 മാർക്ക്. എനിക്കും കുറയ്ക്കാൻ പറ്റില്ല. ഒരു സർഗാത്മക സാഹിത്യകാരൻ കൂടിയാണ് ശ്രീ പ്രതാപൻ. അതുകൊണ്ട് വളരെ മനോഹരമായ ഭാഷയിലും അതുപോലെ ആഴത്തിലും പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഞാനും 10 മാർക്ക്. ഓക്കെ, 10 മാർക്കാണ് സുധീര മാഡം. വാണിക്കും പ്രതാപനും 10 മാർക്കിൽ കുറയ്ക്കാൻ ഒരു നിവൃത്തിയില്ല. 10 മാർക്ക്. വെരി ഗുഡ്, 30 മാർക്സ്.